ആ സ്ത്രീയെ നമ്മൾ എല്ലാവരും കുറ്റം പറയുന്നു. ഇനി ശരിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, ഉണ്ടായിരുന്നെങ്കിൽ അത് ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു, അല്ലെങ്കിൽ കേസ് കൊടുക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ക്യാമറയും പൊക്കി പിടിച്ച് ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുകയല്ലായിരുന്നു വേണ്ടത്. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനി ആ സ്ത്രീയെ വിട്ടേക്ക് എന്ന് പറയുന്നവരോട്, ഒരു മനുഷ്യന്റെ ജീവിതവും അഭിമാനവും വെച്ച് പന്താടുന്ന നെറികെട്ടവരെ ഈ സമൂഹം ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഈ ക്രൂരത നടന്നത് ഇവിടുത്തെ ഏതെങ്കിലും പ്രമുഖർക്കായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും യുവനടിമാർക്കായിരുന്നെങ്കിൽ, പീഡനം നടക്കുന്നതിന് 5 ദിവസം മുമ്പ് ചർച്ച, നടന്നതിന് ശേഷം 10 ദിവസം ചർച്ച, കോടതി വിധി വരുമ്പോൾ 15 ദിവസം ചർച്ച, അപ്പീലിന് പോകുമ്പോൾ വേറെ 30 ദിവസം ചർച്ച, പോരാത്തതിന് വട്ടമിട്ട് പറക്കുന്ന ഡ്രോണുകൾ വേറെയും. ചർച്ച ചെയ്യാൻ ഇവിടുത്തെ പ്രമുഖരെത്തും, ഫെമിനിസം വന്ന് വിളമ്പാൻ ഇവിടുത്തെ പൊന്നോമന പുത്രിമാരും എത്തും. ഞങ്ങൾ എന്നും ഇരകൾക്കൊപ്പം തന്നെ. ചർച്ചകൾ വേണം, പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയത്തിലും ഈ ആവേശം കാണിക്കണമെന്ന് മാത്രം. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരായ ഞങ്ങൾക്കും മനസ്സുണ്ട്, സങ്കടങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങളെ ശരീരത്തിലൂടെ ഓടുന്നതും ചുവന്ന കളറുള്ള രക്തം തന്നെയാണ്. ഇവിടുത്തെ നിയമങ്ങളിൽ ഇളവുകൾ വേണം, ആയിക്കോട്ടെ, പക്ഷെ അത് ദുരുപയോഗം ചെയ്യാൻ ഒരുത്തിയെയും സമ്മതിക്കരുത്. ആ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ, ചേർത്തു പിടിച്ച കൂടപ്പിറപ്പുകളുടെ കണ്ണീര് കാണുമ്പോൾ, ഓരോ കണ്ണീർ തുള്ളിക്കും വില പറയേണ്ടി വരും. മനുഷ്യത്വം മരവിക്കാത്ത മനസ്സെ, നോക്കി നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട ദീപക്കേട്ട, ഈ സമൂഹം നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു.